ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് തിരുപ്പതി. പ്രസിദ്ധമായ വെങ്കിടേശ്വര ക്ഷേത്രവും മറ്റനവധി ക്ഷേത്രങ്ങളും നിലകൊള്ളുന്നതിനാൽ ഇവിടം ആന്ധ്രയുടെ ആത്മീയ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരുമല ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രം തന്നെയാണ് തിരുപ്പതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൂർവഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിലെ 7 മലനിരകളിലെ അവസാനത്തേതായ വെങ്കിടാദ്രിയിലാണ് ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആയതിനാൽ ഈ ക്ഷേത്രം സപ്തഗിരി എന്ന വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നു. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് ഏകദേശം 21 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി എന്നിവയാണ് മറ്റു മലനിരകൾ. ഐശ്വര്യത്തിനും മോക്ഷപ്രാപ്തിക്കുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസേന ഇവിടെ എത്തിച്ചേരാറുള്ളത്. സ്വാമി പുഷ്കരണി എന്ന് അറിയപ്പെടുന്ന വലിയൊരു കുളത്തിൻ്റെ കരയിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. വെങ്കിടേശ്വര ഭഗവാൻ സ്വന്തം ഭാര്യമാരോടൊപ്പം ഈ കുളത്തിൽ കുളിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഈ തടാകം ഗംഗാനദിയെപ്പോലെ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. മുഖ്യപ്രതിഷ്ഠയായ വെങ്കിടേശ്വരൻ ബാലാജി, ശ്രീനിവാസൻ, ഗോവിന്ദൻ എന്നീ പേരുകളിലും മഹാലക്ഷ്മി, പത്മാവതി എന്ന പേരിലും അറിയപ്പെടുന്നു. ശ്രീദേവി, ഭൂദേവി സമേതനായ മഹാവിഷ്ണു ഇവിടെ സർവ്വദുഃഖഹരനായി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഹൈന്ദവ പുരാണങ്ങളിൽ പോലും പലയിടത്തായി പരാമർശിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം. വെങ്കിടേശ്വര ക്ഷേത്രം വരും മുമ്പേ തന്നെ ഇവിടെ വരാഹമൂർത്തി ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ഇവിടം ആദി വരാഹ ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും പറയുന്നു. ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രവും ശ്രീ ബേഡി ആഞ്ജനേയ ക്ഷേത്രവും നിലകൊള്ളുന്നു എന്നതും ഇവിടുത്തെ സവിശേഷതയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വരുമാനമുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തിരുമല വെങ്കിടേശ്വര ക്ഷേത്രം. തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന സംഘടനയുടെ കീഴിലാണ് ക്ഷേത്രഭരണം നടക്കുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിന് സമീപം ശ്രീ പുഷ്കരണിയുടെ ഇടതുവശത്തായാണ് വരാഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുമലയിലെത്തുന്ന തീർത്ഥാടകർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം. തിരുമലയുടെ ഉടമ വരാഹസ്വാമിയാണെന്നും അദ്ദേഹം വെങ്കിടേശ്വരന് സ്ഥാനം നൽകിയെന്നും പറയപ്പെടുന്നു. അതിനാൽ തന്നെ ദർശിക്കാൻ വരുന്ന ഓരോ ഭക്തനും ആദ്യം തന്നെ വരാഹസ്വാമിയെ തൊഴണം എന്ന് വെങ്കിടേശ്വര ഭഗവാൻ പറഞ്ഞു. എങ്കിൽ മാത്രമേ തിരുമല സന്ദർശനം പൂർത്തിയാകൂ എന്നാണത്രേ വിശ്വാസം. വെങ്കിടേശ്വര ക്ഷേത്രത്തിന് നേരെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ ക്ഷേത്രമാണ് ശ്രീ ബേഡി ആഞ്ജനേയ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഹനുമാൻ വിഗ്രഹം 2 കൈയും ബന്ധിച്ച രീതിയിൽ ഒരു അപൂർവ രീതിയിലാണ് ദർശിക്കാൻ സാധിക്കുക. ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് ശ്രീവാരി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഇവിടെ പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ള സ്ഥലമാണ്. ദക്ഷിണേന്ത്യയിൽ വൈഷ്ണവ മതത്തിൻ്റെ ഉത്ഭവത്തിലും ആവിർഭാവത്തിലും ആൽവാന്മാർ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൻ്റെ മുൻവശത്തെ പൂമുഖത്തിൻ്റെ ഇരുവശങ്ങളിലും ആൽവാറിൻ്റെ ശിലാചിത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളും പുരാവസ്തുക്കളും ശില്പങ്ങളും ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. നാരായണാദ്രി മലനിരകളുടെ കൊടുമുടിയിൽ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീവാരി പാടാലു തിരുമലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. 7 മലയുടെ അധിപനായ വെങ്കിടേശ്വര ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം പാദം പതിഞ്ഞ സ്ഥലം ആണ് ഇത് എന്നാണ് വിശ്വാസം. ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്.
കാടായതിനാൽ ഒട്ടേറെ മലയണ്ണാനുകളെയും മാനുകളെയും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തിരുമലയിൽ നിന്ന് വടക്ക് 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാപവിനാശം തിരുമല സന്ദർശകരുടെ ഒരു പ്രധാന സന്ദർശന കേന്ദ്രം കൂടിയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പാപനാശിനിയിലെ പുണ്യജലത്തിൽ മുങ്ങിക്കുളിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെടും. അതിനാൽ പുണ്യസ്നാനം നടത്താനും തങ്ങളുടെ മുൻകാല പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനും നിരവധി ഭക്തർ ഈ സ്ഥലം സന്ദർശിക്കുന്നു. കാടിൻ്റെ കാഴ്ച ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര തികച്ചും തീർത്ഥാടകരിൽ ഒരു ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. പ്രധാന ക്ഷേത്രത്തിന് പുറകിലായി സീതാകുണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തടാകമുണ്ട്. രാമായണ കാലഘട്ടങ്ങളിൽ സീതാദേവി ഇവിടെ സ്നാനം ചെയ്യപ്പെട്ടതായി കരുതുന്നു. കാടുകൾ തപസ്സിന് അനുയോജ്യമായതിനാൽ ഒട്ടേറെ സന്യാസി വൈദ്യന്മാർ ഇവിടെ സന്യസിച്ചു പോന്നിരുന്നു. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് ഇവിടെ നിന്ന് ബസ്സുകൾ ലഭിക്കും. ഓരോ 2 മിനിറ്റിലും നമുക്ക് ഇവിടെ ബസ് സർവീസുകൾ ലഭ്യമാണ്. ട്രെയിനിൽ പോകുന്നവർ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരുമലയിലേക്കുള്ള ബസ്സിൽ കയറണം. ഫ്ലൈറ്റിൽ വരുന്നവർക്ക് തിരുപ്പതി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാം. റെനിഗുണ്ട എന്ന സ്ഥലത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് തിരുപ്പതിയിലേക്ക് 16 കിലോമീറ്ററും വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്ക് 31 കിലോമീറ്ററും ഉണ്ട്. ക്ഷേത്ര ദർശനത്തിനായി ഓൺലൈൻ ബുക്കിംഗ് സംവിധാനമാണ് നിലവിലുള്ളത്. 100 രൂപ മുതലുള്ള ദേവസ്വത്തിൻ്റെ കോട്ടേജുകൾ ഇവിടെ താമസത്തിന് ഓരോ ഭക്തർക്കും ലഭ്യമാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ തിരുപ്പതി. തിരുപ്പതി ദർശനത്തിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. തിരുപ്പതി ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി 3 വഴികളാണ് നമുക്ക് ഉള്ളത്. ഒന്നാമത്തേത് SSD ആണ്. SSD എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോട്ടഡ് സർവദർശനം. പിന്നെ വരുന്നത് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റൂട്ടാണ്. പിന്നെയുള്ളത് ദിവ്യദർശൻ. ഈ 3 ദർശന സമ്പ്രദായവും തികച്ചും നമുക്ക് ഫ്രീ ആയിട്ടാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിനായി നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതോ പൈസ കൊടുക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യം ഇല്ല. പ്രായമായവരും കുട്ടികളും ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ SSD എന്ന് പറഞ്ഞ സമ്പ്രദായം തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ പറയും. ഇതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഭഗവാനെ ദർശിച്ച് ഇറങ്ങാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ലാതെ വേറെ ഭക്ഷണത്തിനോ വെള്ളത്തിനോ ബാത്റൂം സൗകര്യങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല. ഇനി പെട്ടെന്ന് നമുക്ക് ദേഹാസ്വാസ്ഥ്യം അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിനും നമുക്ക് അവിടെ ഡോക്ടേഴ്സിൻ്റെ സർവീസൊക്കെ കിട്ടുന്നതാണ്. നമുക്കിനി ഈ SSD ടോക്കണുകൾ എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളത് നോക്കാം. 1 റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് വിഷ്ണു നിവാസ് കോംപ്ലക്സ്, 2 ബസ് സ്റ്റാൻഡിനടുത്തുള്ള ശ്രീനിവാസ കോംപ്ലക്സ്, 3ാമത്തേത് വരുന്നത് നമ്മുടെ അൽത്തിരി നടപ്പാതയ്ക്ക് സമീപമുള്ള ഭൂദേവി കോംപ്ലക്സിലാണ്. സാധാരണയായി ഇന്ന് നമ്മൾ ടോക്കൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നാളത്തേക്കാണ് ദർശനത്തിനുള്ള ടിക്കറ്റ് ലഭിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ടോക്കൺ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആധാർ കാർഡ് നിർബന്ധമായും കയ്യിൽ കരുതണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ടിക്കറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല. ഇനി ദർശനം തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ തൃച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലേക്കാണ് ദർശനത്തിനായി പോകേണ്ടത്. അതിനുശേഷം ഭഗവാന്റെ ചേട്ടൻ്റെ ക്ഷേത്രമായ ഗോവിന്ദരാജ ക്ഷേത്രത്തിലാണ്
ദർശിക്കേണ്ടത്. പിന്നെ നമ്മൾ ദർശിക്കേണ്ടത് വരാഹസ്വാമി ക്ഷേത്രത്തിലാണ്. അതിനുശേഷമാണ് നമ്മൾ തിരുപ്പതി വെങ്കടേശ്വരനെ തൊഴേണ്ടത്. അതിനുശേഷം നമ്മൾ കാളഹസ്തി ക്ഷേത്രത്തിലും കൂടി ദർശനം നടത്തി തിരിച്ച് വേറെ എവിടെയും കയറാതെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി എത്തുമ്പോഴാണ് നമ്മുടെ തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാകുന്നത്. ഇതാണ് ഐതിഹ്യപരമായി പുരാണങ്ങളിലും പറഞ്ഞു വരുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തിരുമലയിലേക്ക് കയറി ദർശനത്തിനായി നിൽക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫോണ് അതുപോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഒന്നുകിൽ നമ്മൾ താമസിക്കുന്നിടത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കൗണ്ടറുണ്ട്, അവിടെ ഏൽപ്പിക്കുക. പിന്നെ ബാഗിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. നമുക്ക് പിന്നെ ഭക്ഷണത്തിനായിട്ട് നട്ട്സോ ഫ്രൂട്ട്സോ അതുപോലെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ബാഗിൽ സൂക്ഷിക്കുന്നതിനൊന്നും ഒരു വിരോധമില്ല. അതുപോലെ മെഡിസിൻ അതാവശ്യമുള്ളവർക്ക് അതും സൂക്ഷിക്കാം. ഫോണൊക്കെ വാങ്ങി വെച്ചാലും നമുക്ക് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് മുകൾ ഭാഗത്ത് തന്നെ നമുക്കത് കൗണ്ടറിൽ നിന്നും തിരിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, തലമുണ്ടനം ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ മുണ്ടനം ചെയ്ത് കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ദക്ഷിണയായി സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു ഭഗവാനാണ് നമ്മുടെ തിരുപ്പതി പെരുമാൾ. അതുപോലെ തന്നെ നമ്മൾ തിരുപ്പതി ദർശനത്തിന് ചെല്ലുമ്പോൾ അവിടെ സമർപ്പിക്കുന്ന കാണിക്ക കുബേരനിൽ നിന്നും ഭഗവാൻ വിവാഹത്തിന് വേണ്ടി കടം വാങ്ങിയ തുകയിലേക്ക് വേണ്ടി അവിടെ ഒരു ശ്രീവാരി ഹുണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് തന്നെ നാണയങ്ങളും പൈസകളും എല്ലാം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്കയെല്ലാം കുബേരൻ്റെ പലിശയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നും അറിയാമല്ലോ. നമ്മുടെ ഈ തിരുപ്പതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ. ഞാനെന്ന ഭാവം ഇല്ലാതാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തലമുണ്ടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതിനുശേഷം കുളി കഴിഞ്ഞാണ് ദർശനത്തിനായി പോകേണ്ടത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കാണിക്ക സമർപ്പിക്കൽ. വൃത്തിയുള്ള ഒരു തുണിയിൽ കിഴി കെട്ടി വേണം നമ്മൾ കാണിക്ക സമർപ്പിക്കാനായിട്ട്. തിരുപ്പതി ദർശനവേളയിൽ ഓം നമോ വെങ്കടേശായ നമ എന്ന് നമ്മൾ നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കണം. ക്ഷിപ്ര ഫലസിദ്ധി നൽകുന്ന അതിശക്തമായ ഒരു മന്ത്രമാണ് ഇത്. ഭഗവാന്റെ മുഖം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് 108 തവണ വെങ്കടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങളകന്ന് ഭക്തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും എന്നാണ് വിശ്വാസം. തിരുപ്പതി ഭഗവാനെ സന്ദർശിച്ചിട്ട് എനിക്ക് ദർശനം കിട്ടി എന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. എനിക്ക് ഭഗവാൻ ദർശനം തന്നു എന്ന് മാത്രമേ പറയാവൂ. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ തീർത്ഥാടക കേന്ദ്രത്തിലൊന്നാണ് ഈ തിരുപ്പതി. ചെന്നൈയിൽ നിന്ന് ഏകദേശം 133 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇവിടെ മഹാവിഷ്ണു വെങ്കടേശ്വര രൂപത്തിൽ മഹാലക്ഷ്മി ഭൂമിദേവി എന്ന് 2 ഭാര്യമാർക്കൊപ്പം ദർശനം നൽകുന്നു. ലോകത്തിലെ തന്നെ പ്രസിദ്ധമായ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ദർശനം നടത്തേണ്ടതാണ്. എല്ലാവർക്കും വെങ്കടേശ്വര ഭഗവാനെ ദർശിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.